ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തേങ്ങയൊന്നും അരയ്ക്കാണ്ട് പരിപ്പും ഇരുമ്പും പുളിയിലെ ഒരു കറി ഉണ്ടാക്കാം. അപ്പൊ ഇതിനു വേണ്ടി 1/2 കപ്പ് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂർദാൽ എടുക്കുക. ഇതൊരു അരമണിക്കൂർ കുതിർത്തി വെക്കുക. അപ്പൊ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. കുതിർത്തി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് വേവാനായിട്ട് കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കുന്നല്ലോ. അടുത്തത് മീഡിയം സൈസിലുള്ള ഒരു 25 ഇരുമ്പും പുളി എടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇരുമ്പുളിയൊക്കെ മരത്തുന്ന തീരാറായി, അപ്പോൾ ആ ഉള്ളത് മുഴുവനും എടുത്തു. പിന്നെ പോരാത്തതിന് ഇരുമ്പുളിയൊക്കെ കുറച്ച് ചെറുതാണ്. ഇത് കഴുകി വൃത്തിയാക്കി രണ്ടറ്റവും കളഞ്ഞ് ഇതേപോലെ വട്ടന അല്ലെങ്കിൽ നീളനെ അരിഞ്ഞെടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുക്കുക. അടുത്തത് കുതിർത്തി വെച്ച പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഇരുമ്പുളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇത് ഒഴിച്ചു കഴിയായ കാരണം കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വേവിക്കുക. ഇതിന് മുമ്പ് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള പരിപ്പും ഇരുമ്പുളി കറിയാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പൊ ഇപ്പൊ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, അതിന് പകരം നമുക്കിത് കാച്ചിയെടുക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിനുവേണ്ടി 10 അല്ലി വെളുത്തുള്ളി, പിന്നെ 10 ചെറിയുള്ളി, അതേപോലെ 2 തണ്ട് കറിവേപ്പില എടുക്കുക. ഇത് കഴുകി വൃത്തിയാക്കി നന്നായി ചോപ്പ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തേക്കണേ. ഇപ്പൊ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. പരിപ്പും ഇരുമ്പുളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ വേപ്പില ഇടുക. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇത് ബ്രൗൺ കളർ ആവണ വരെ വാട്ടിയെടുക്കുക. ഇപ്പതാ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്തോ. അങ്ങനെ കാച്ചിയെടുത്താലും അതൊരു അടിപൊളി ടേസ്റ്റ് ആണ്. മുളക് പൊടിയൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ച പരിപ്പും ഇരുമ്പുളിയും ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും ഇരുമ്പുളിയും കറി റെഡിയാണ്. ഇത് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.